ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്നിങ്ങനെ കെട്ടിയൊരുങ്ങി പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ജ്യോതികയുടെയും യദുവിൻ്റെയും എൻഗേജ്മെൻറ്റ് ഡേ ആണ്. കുറച്ച് ദിവസം കഴിഞ്ഞു. ഞാൻ ഇന്നാണ് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ തിരുവല്ലയ്ക്ക് അവിടെയുള്ള അടുത്തുള്ള മൂത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പം നമ്മുടെ കുഞ്ഞ് നിധിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്റ്റാൻഡപ്പിലെ കുഞ്ഞാണ്. ഇത് നിധിയുടെ അമ്മയാണ്, അത് നിധിയുടെ അച്ഛനാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. അവിടെ ചെന്നപ്പോഴേ ഒരു തണുത്ത ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രൈഡ് കഴിഞ്ഞിട്ട് ജോ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ കുശലൊക്കെ പറഞ്ഞു തന്നു. ഈ വരുന്നത് നമ്മുടെ അവിടെ തന്നെ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഗംഗ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അങ്ങനെ അവർ വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിനകത്ത് കയറി. ഇതൊക്കെ എനിക്കൊരു ഭാരമായിട്ടാണ് തോന്നണേ എന്നുള്ള രീതിക്ക് ഉടുപ്പൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ കുട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നു. അങ്ങനെ ഗംഗ വന്നിടയ്ക്ക് ക്യാമറയിൽ കയറി. അവസാനം ഫൈനലി യദു അടിപ്പാടി വരുന്നതാട്ടോ ഇത്. അപ്പോൾ യദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കളർ കോഡാട്ടോ അത്. ഞങ്ങളും അറിയാതെ അമ്മാതിരി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ യദു നല്ലൊരു പാട്ടൊക്കെ പാടി. പിന്നെ ഞങ്ങളുടെ മണവാട്ടിയുടെ ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട്സുമായിട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ലാലേട്ടനിരിക്കുന്ന സ്റ്റൈലിൽ തോളൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ജോയിയുടെ ആങ്ങളെയും അച്ഛനൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഒരു വൈബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി എല്ലാവരും ഇങ്ങനെ അവിടെ സ്റ്റേജിൽ വന്നു. അത് യദുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ജോയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ യദുവിൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് വരുത്തി. അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി നിന്ന് അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. ഫൈനലി അങ്ങനെ അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ മോതിരം കാണിക്കുന്ന സീനാണ് കേട്ടോ. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് കണ്ടിങ്ങനെ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. നിധി ആരൊക്കെയോ നോക്കി ചിരിക്കുന്നു, ഭയങ്കര ഗമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നപ്പം അറിയാണ്ട് മൊബൈൽ കണ്ടപ്പോഴത്തേക്കും നാണായിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷനായിരുന്നു. അങ്ങനെ കുറേ പേരൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബമ്പർച്ചിരി ടീം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കഴിക്കാൻ വേണ്ടിയിരുന്നു. നമുക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കൊക്കെ ഇല സദ്യ ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം, പഴം, പായസം. അങ്ങനെ ഞങ്ങളിരുന്നു. അങ്ങനെ ഓരോരോ ഐറ്റമുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴം വന്നു, ശർക്കര വരട്ടി വന്നു, പിന്നെ കറികൾ ഓരോന്നായിട്ട് വന്നു. ഞങ്ങളുടെ നാട്ടിൽ സ്പെഷ്യലായി ചോറിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് പരിപ്പൊഴിക്കും, ചെറുപയറിൻ്റെ. അങ്ങനെ പരിപ്പും പപ്പടമൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. നിധിക്കുട്ടി തന്നെ ഇടയ്ക്ക് അവരുടെ അമ്മ ഇടയ്ക്ക് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഞാൻ മൊബൈലിൽ കാണിക്കുമ്പോൾ അതെടുത്ത് മാറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗ് ചെയ്യാറ്.